ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അറിയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ ജീവനും സ്നേഹവും പകർന്നുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, എനിക്കായി ജീവൻ ബലികഴിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണെന്ന് അവിടുന്ന് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ഈശോ തൻ്റെ ജീവനും സ്നേഹവും പകർന്നുകൊണ്ട് നമ്മോടൊപ്പം എന്നേക്കും ജീവിക്കുന്നതിനു വേണ്ടി അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ദിവ്യകാരുണ്യം മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മൾ ആരാധനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോ നമ്മോട് കാണിച്ച വലിയ സ്നേഹത്തിന് പ്രതിനന്ദിയായി വലിയ സ്നേഹത്തോടെ, വലിയ തീഷ്ണതയോടെ, വലിയ ആഗ്രഹത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കാം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, എൻ്റെ ജീവനേക്കാൾ ഏറെയായി നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള മനോഭാവത്തോടെ നമ്മുടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്നു ചേർന്ന് ഉച്ചസ്വരത്തിൽ അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. യേശുവേ, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. ആഴത്തിൽ ഞാൻ കിടന്നു. യേശുവേ നന്ദി, ഈശോയെ സ്തുതി, എന്നെ പീഡിച്ചു. ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ആഴത്തിൽ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ കിടന്നു എനിക്ക് കഴിയുന്നില്ല. ഈശോയെ, കൂരിരുൾ എന്നെ സ്നേഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ എന്നെ സഹായിക്കും. യേശുവേ സ്തുതി, യേശുവേ ആരാധന. തന്റെ മാറോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി. തന്റെ പിതാവായ ദൈവമേ, ചേർത്തണച്ചു. നിന്റെ മാറോട് ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. താതൻ തിരുക്കരം നിന്റെ മാറോട് ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. യോഹന്നാനെ പോലെ നിന്റെ മാറിൽ ചാരി നിന്റെ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശുവേ, യേശുവേ,
തൻ്റെ യേശുവേ. മാറോടു ചേർത്തണച്ചു. തൻ്റെ മാറോടു ചേർത്തണച്ചു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഏറ്റുപറയാം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില അതിർത്തി രേഖകൾ വരയ്ക്കാറുണ്ട്. ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖകൾ അത് ലംഘിച്ച് കടന്നു പോകുന്ന മനുഷ്യൻ വലിയ അപകടത്തിൽ ചെന്ന് വീഴുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ തിരിച്ചറിയാറുണ്ട്, കണ്ടുമുട്ടാറുണ്ട്. ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖകൾ അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയുമുള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രശസ്ത ബൈബിൾ പ്രഘോഷകനായിരുന്ന ഫുൾട്ടൻ ജേഷിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്കൊക്കെ വലിയ ഉണർവ് നൽകുന്ന ഒന്നാണ്. ഫുൾട്ടൻ ജേഷിൻ്റെ റേഡിയോ പ്രഭാഷണങ്ങൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരിക്കൽ ഷീൻ ഒരു കത്തെഴുതി. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: എപ്പോഴും പുരോഹിതരോടും സമർപ്പിതരോടുമൊപ്പം ജീവിച്ച അങ്ങയുടെ ചിന്തകൾക്ക് വിശാലത വളരെ കുറവാണ്. റോമിൻ്റെ നുഖമെടുത്തു മാറ്റി അങ്ങേക്ക് സ്വതന്ത്രനായി ജീവിച്ചുകൂടെ? ഇതായിരുന്നു ഷീന് കിട്ടിയ ആ കത്തിൻ്റെ ഉള്ളടക്കം. ഫുൾട്ടൻ ജേഷിൻ ഈ മനുഷ്യന് ഒരു മറുപടി എഴുതുന്നുണ്ട്. ആ മറുപടിയിൽ പറയുന്ന ഒരു കഥയുണ്ട്. ഏതൊരു വ്യക്തിയുടെ ഉള്ളിലേക്കും പുത്തൻ ചിന്തകൾ പകർന്നു നൽകുന്ന മനോഹരമായ ഒരു കഥ. അതിപ്രകാരമാണ്: കലുഷിതമായ ഒരു കടലിൽ ഒരു ദ്വീപുണ്ടായിരുന്നു. ആ ദ്വീപിന് ചുറ്റും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ ഉയരത്തിലുള്ള ഒരു ഭിത്തി ഉണ്ടായിരുന്നു. ഈ ദ്വീപിൽ വലിയ ആനന്ദമായിരുന്നു. ഈ ദ്വീപിനുള്ളിലെ കുട്ടികൾ എപ്പോഴും ആനന്ദ നൃത്തം വയ്ക്കുകയും ആടിപ്പാടി ഉല്ലസിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം കുറെ അപരിചിതർ ഒരു ചെറു ബോട്ടിൽ ആ ദ്വീപിൽ എത്തിച്ചേരുകയാണ്. ദ്വീപിൽ എത്തിച്ചേരുന്ന ഈ അപരിചിതർ ആ കുട്ടികളോടും അവിടെയുള്ളവരോടും പറയുകയാണ്: ഈ ഉയരത്തിൽ നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഭിത്തി സത്യത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഈ ഭിത്തിക്കപ്പുറം വിശാലമായി പരന്നു കിടക്കുന്ന മനോഹരമായ പ്രകൃതി സൗന്ദര്യം അനുഭവിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഈ ഭിത്തി എടുത്തു മാറ്റി സ്വാതന്ത്ര്യത്തോടെ സ്വതന്ത്രരായി ജീവിക്കുക. ഇത് പറഞ്ഞ് ആ അപരിചിതർ ആ ഭിത്തി, ആ ദ്വീപിന് ചുറ്റുമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭിത്തി തകർത്ത് കളയുകയാണ്. എന്നിട്ട് ഷീൻ പറയുകയാണ്: ഇപ്പോൾ ആ ദ്വീപിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തങ്ങൾ കടലിലേക്ക് വഴുതി വീഴുമോ എന്നുള്ള പേടിയാൽ പേടിച്ചരണ്ട് നിൽക്കുന്ന കുട്ടികളെയാണ്. അവരുടെ ആനന്ദ നൃത്തങ്ങൾ ഇപ്പോൾ ഇല്ല, സംഗീതമില്ല, ആട്ടവും പാട്ടുമെല്ലാം നിലച്ചുപോയ സങ്കടത്തോടെ പേടിച്ചരണ്ട് ജീവിക്കുന്ന കുട്ടികളെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ഷീൻ എഴുതി വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, ലോകത്തിൻ്റെ മായാപ്രക്ഷുബ്ധതയിലേക്ക് വീണുപോകാതെ നീ തീർത്ത തിരുസഭ എന്ന അതിർത്തി ഭിത്തിയെ ഓർത്ത്, അതിർത്തി രേഖയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ചുറ്റും വരയ്ക്കുന്ന അതിർത്തി രേഖകൾ നമ്മുടെ നാശത്തിനുള്ളതല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട വസ്തുതയാണ്. ദൈവം ഏദനിൽ ഒരതിർത്തി രേഖ നിശ്ചയിച്ചിരുന്നു. അതായിരുന്നു ജ്ഞാനത്തിൻ്റെ വൃക്ഷം. എന്നാൽ ആദവും ഹവ്വായും ആ അതിർത്തി ലംഘിച്ച് ജ്ഞാനത്തിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? പറുദീസായിൽ നിന്ന്
അവർ പുറത്ത് കിടക്കേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖകൾ ലംഘിക്കാനുള്ള ഒരു വാസന ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. എല്ലാ ജീവിതത്തിനും ദൈവത്തിൻ്റെതായ ചില അതിർവരമ്പുകളുണ്ട്. എല്ലാ സമർപ്പിത ജീവിതത്തിനും ദൈവം വരയ്ക്കുന്ന വ്രതങ്ങൾ എന്ന അതിർത്തി രേഖയുണ്ട്. കുടുംബ ജീവിതത്തിന് ദൈവം വരയ്ക്കുന്ന വിശ്വസ്തത എന്ന അതിർത്തി രേഖയുണ്ട്. ഈ അതിർത്തി രേഖ ലംഘിച്ചാൽ അവരുടെ ജീവിതം ആ ജീവിതത്തിൻ്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖകൾ ലംഘിക്കുന്നവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നാശമെന്ത് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ശിമെയി എന്ന ബൈബിൾ കഥാപാത്രം. നമുക്കൊന്നും അത്ര പരിചിതമില്ലാത്ത ഒരു പേരാണ് ശിമെയി. സാവൂളിൻ്റെ പിന്തുടർച്ചക്കാരനാണ് ശിമെയി. അബ്സലോം ജെറുസലേമിനെതിരെ ഉപജാപം ഏർപ്പെടുത്തുമ്പോൾ ദാവീദ് രാജ്യം വിട്ടു പോകാൻ ഒരുങ്ങുകയാണ്. ഈ സമയം ദാവീദിൻ്റെ പിന്നാലെ ചെന്ന് അവനെ എറിയാൻ കല്ലുകൾ എടുക്കുകയും അവനെതിരെ ശാപവാക്കുകൾ പറയുകയും ചെയ്ത വ്യക്തിയാണ് ശിമെയി. പിന്നീട് സോളമൻ രാജാവാകുമ്പോൾ സോളമൻ ശിമെയിയോട് പറയുകയാണ്, നീ ജെറുസലേം വിട്ടു പോകരുത്. നീ എന്ന് കെദ്രോൺ തോടിൻ്റെ അതിർത്തി കടന്നു പോകുന്നോ, എന്ന് നീ ജെറുസലേമിൻ്റെ അതിർത്തി വിട്ടുപോകുന്നോ, അന്ന് നീ മരിക്കും. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം ശിമെയി തൻ്റെ 2 അടിമകൾ ഗാത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ അവരെ പിന്തുടർന്ന് കഴുതപ്പുറത്ത് കെദ്രോൺ തോട് കടന്നു പോകുന്നു. ആ നിമിഷം തന്നെ സോളമൻ പറഞ്ഞ അതിർത്തി രേഖ ലംഘിക്കുന്ന നിമിഷം തന്നെ ശിമെയി വധിക്കപ്പെടുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖകൾ ലംഘിക്കുന്നവരുടെ ജീവിതം വലിയ നാശത്തിലേ ചെന്ന് അവസാനിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. സാംസൺ, ദൈവം അവന് നൽകുന്നത് വലിയ ശക്തിയാണ്, വലിയ ബലമാണ്. ഇസ്രായേലിനെ രക്ഷിക്കാനും മാത്രം, ഫിലിസ്ത്യരുടെ ശക്തമായ കരങ്ങളെ തകർക്കാനും മാത്രമുള്ള ബലമുള്ളവനായിരുന്നു സാംസൺ. എന്നാൽ അവൻ്റെ വ്രതബദ്ധ ജീവിതത്തിനുള്ളിലാണ് ഈ ബലമുള്ളത് എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അവൻ തൻ്റെ വ്രതം ലംഘിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരാണെന്നറിഞ്ഞിട്ടും, തൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്കെതിരാണെന്നറിഞ്ഞിട്ടും, തൻ്റെ മാതാപിതാക്കന്മാരുടെ ഉപദേശങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകാതെ ഒരു ഫിലിസ്തീയ യുവതിയെ വിവാഹം കഴിക്കുന്നതോടുകൂടി അവൻ വലിയ നാശത്തിലേക്ക് ചെന്നെത്തുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ ഒരു സന്യാസിനിയുടെ ജീവിതത്തിൽ ദൈവം വരയ്ക്കുന്ന വ്രതബദ്ധ ജീവിതത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ആ സന്യാസി അല്ലെങ്കിൽ സന്യാസിനി വലിയ തകർച്ചയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ സഹധർമ്മിണിയെ മറന്ന് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ദൈവം വരയ്ക്കുന്ന വിശ്വസ്തത എന്ന അതിർത്തി രേഖയാണ് അവൻ ലംഘിക്കുന്നത്. വലിയ നാശത്തിലേ അവനും ചെന്ന് അവസാനിക്കുകയുള്ളൂ. ഏതൊരു ജീവിതത്തിനും ഏതൊരു ജീവിതാന്തസ്സിനും ദൈവം വരയ്ക്കുന്ന ചില രേഖകളുണ്ട്. അത് ലംഘിക്കാൻ പാടില്ല. ഒരു കുടുംബനാഥന്, ഒരു കുടുംബനാഥയ്ക്ക്, ഒരു പുരോഹിതന്, ഒരു സന്യാസിനിക്ക്, ഒരു യുവാവിന്, ഒരു യുവതിക്ക്, നീ ആരുമായിക്കൊള്ളട്ടെ, നിനക്ക് ചുറ്റും ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖ ലംഘിച്ചാൽ നിന്റെ ജീവിതവും നാശത്തിലേ അവസാനിക്കുകയുള്ളൂ എന്ന് നീ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖകൾ നീ എപ്പോഴെങ്കിലും ലംഘിച്ച് കടന്നു പോയിട്ടുണ്ടോ എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ധൂർത്തപുത്രൻ തൻ്റെ കുടുംബത്തിൻ്റെ, തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അതിർത്തി രേഖ ലംഘിച്ച് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പിന്നീട് തൻ്റെ തെറ്റ് തിരിച്ചറിയുമ്പോൾ അവൻ തിരിച്ചു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അതിർത്തി ലംഘിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. പിതാവായ ദൈവം, അവൻ വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നു. സ്നേഹം കൊണ്ടൊരു കോട്ട കെട്ടിയാണ് അവൻ നമ്മളെ സംരക്ഷിക്കുന്നത്. എന്നാൽ ആ ദൈവത്തെ നാം മറന്ന്, അവൻ്റെ സ്നേഹം മറന്ന്, അവൻ്റെ സ്നേഹത്തിൻ്റെ അതിർത്തികൾ ലംഘിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ വലിയ
അപകടത്തിൽ നാം ചെന്നെത്തും. നാം വലിയ പാപിയായിത്തീരും. പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖകൾ അതെൻ്റെ നാശത്തിനുള്ളതല്ല, അതെൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല, മറിച്ച് എൻ്റെ ജീവനെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ഈ നിമിഷങ്ങളിൽ ഈശോയെ, നിന്റെ സ്നേഹവലയങ്ങൾ വിട്ടുപോയതിനെ ഓർത്ത്, നിന്റെ സ്നേഹാതിർത്തികൾ ലംഘിച്ചതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന മനോഭാവത്തോടെ നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ഈ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ മറന്ന നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലത്തെ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം ചൊരിഞ്ഞ സ്നേഹത്തെ മറന്ന് നമ്മുടെ സ്വാർത്ഥാഭിലാഷങ്ങൾക്ക് പിന്നാലെ പോയി ദൈവം നമ്മുടെ ജീവിതാന്തസ്സിന് ചുറ്റും വരച്ച അതിർത്തി രേഖകൾ ലംഘിച്ച് പാപം ചെയ്ത് അവരെ വേദനിപ്പിച്ച എത്രയേറെ നിമിഷങ്ങളാണ്, എത്രയേറെ അവസരങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈശോയെ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഞാൻ തിരിച്ചു വരുന്നു. ധൂർത്തപുത്രനെ പോലെ നിന്റെ സ്നേഹവലയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നീ എന്നെ സ്വീകരിക്കണമേ, നീ എന്നെ സ്വന്തമാക്കണമേ. നിന്റെ മാറോട് ചേർന്ന് എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തെ നയിക്കാൻ വേണ്ട കൃപാവരം നൽകണമേ. നമുക്കൊന്ന് ചേർന്ന് വലിയ സ്നേഹത്തോടെ, വലിയ ഭക്തിയോടെ, വലിയ ആഗ്രഹത്തോടെ അവിടുത്തെ ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം. സ്നേഹത്തിനുറവിടമാകും കർത്താവാണെന്ന ഭയം, സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവം കർത്താവാണെന്റെ ബലം. വറ്റാത്ത സ്നേഹത്തിനുറവിടമാകും കർത്താവാണെന്ന ഭയം, പ്രത്യാശയുള്ളിൽ നിറയ്ക്കാനണയും കർത്താവാണെന്റെ ബലം. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. വലിയ സന്തോഷത്തോടെ രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം, വലിയ സ്നേഹത്തോടെ സന്തോഷിച്ചിടും ഞാൻ. വലിയ സന്തോഷത്തോടെ ഈ ഗാനത്തിന്റെ ഈരടികളെ ഏറ്റുപാടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഞാൻ കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം, സന്തോഷിച്ചിടും ഞാൻ. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, നിനക്കെന്നെക്കുറിച്ചുള്ള പദ്ധതികൾ മറന്ന് എൻ്റേതായ പദ്ധതികൾ മെനഞ്ഞ് അതിനനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവേ, നിൻ്റെ പദ്ധതികളോട് എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ സ്വപ്നങ്ങളെയും ചേർത്ത് വയ്ക്കാൻ വേണ്ട കൃപാവരം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ടൻ ദൈവപിതാവിൻ കൃത്തിൽ, അതെന്റെ നാശത്തിനല്ല ശുഭമാം ക്ഷേമത്തിൻ പദ്ധതിയല്ലോ. എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ടൻ ദൈവപിതാവിൻ കൃത്തിൽ, അതെന്റെ നാശത്തിനല്ല
ശുഭമാം ക്ഷേമത്തിൻ പദ്ധതിയല്ലോ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, ഒന്ന് ചേർന്ന് വലിയ സന്തോഷത്തോടെ ആനന്ദിക്കും. രക്ഷകൻ നമ്മുടെ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിത്യം സന്തോഷിച്ചിടും ഞാൻ. ഒരിക്കൽ കൂടി ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ ദൈവം അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. വലിയ വിശ്വാസത്തോടെ നമ്മുടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചസ്വരത്തിൽ നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവം നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മഹത്വത്തിനുള്ളതാണ്, എൻ്റെ നന്മയ്ക്കുള്ളതാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയാഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ, ദൈവം വരയ്ക്കുന്ന അതിർത്തി രേഖകൾ ലംഘിക്കാതെ, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആനന്ദിക്കും ഞാൻ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ഈ നിമിഷങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ഈ ആശീർവാദ സമയത്ത് കർത്താവേ, നിന്റെ കരം നീട്ടി എന്നെ ആശീർവദിക്കണമേ. നിന്റെ കരബലത്തിൻ്റെ ശക്തി എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഞാനായിരിക്കുന്ന സമൂഹത്തിലും നീ പ്രകടമാക്കണമേ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ,
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.